സ്റ്റോപ്പ് 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 നിർത്ത് നിർത്ത്. വണ്ടി ബാക്ക് വരട്ടെ. ആ റിവേഴ്സ് റിവേഴ്സ്. ആ മതി 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 നിർത്ത്. നീ ഇപ്പൊ കഴിച്ചത് മയക്കുമരുന്നല്ലേടാ? അല്ലേ മോനെ, ഞാൻ ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് മരുന്ന് കഴിച്ചേ. എന്നാ നീ മയക്കുമരുന്ന് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു? അതിന് ഞാൻ മരിച്ചില്ലല്ലോ ഏമാനെ. ആ മരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ആത്മഹത്യാശ്രമം, അതായത് ആത്മഹൂതി. ഏതോ കേസ്? ശരി സാർ. അയ്യോ നീ ആത്മഹത്യയാണോ? പോയി നോക്കണം. അങ്ങനത്തെ ഇവൻ ചത്തിട്ടില്ല. ചാവണ്ട, പോസ്റ്റ്മോർട്ടം കഴിയുമ്പോ ചത്തോളും. എന്റെ അമ്മച്ചി ഇവൻ രോഗിയാണോ ഓട്ടം കണ്ടില്ലേ? അല്ല, ഇതാരാ വരുന്നത് നോക്ക്. അല്ലോ, ഇതാര്? മൈസൂരേട്ടാ? ഇങ്ങോട്ടുള്ള ബയ്യൊക്കെ മറന്നാ സാറേ? കാപ്പി എടുത്തിട്ട് കാപ്പി വേണ്ട പോക്കറിക്ക. അങ്ങനെ പറയരുത് വക്കീൽ സാറേ, നമ്മള് പാവങ്ങളാണെങ്കിലും ഒരു കാപ്പിക്ക് വകയുണ്ട്. ഇവ കാപ്പി എടുത്തോണ്ട് വാ. അങ്ങോട്ട് വന്ന് സന്തോഷം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാശൊത്തില്ല, ഇപ്പൊ കാശൊത്ത്. എന്തൊരു കാപ്പ് കുടിച്ചിട്ട് ഇവിടെ ഇരിക്കും. നമ്മൾ ചന്തയിൽ വരെ ഒന്ന് പോയിട്ട് വരാം. അവിടാണ് നമ്മുടെ കാള ടീ ഷാപ്പ്. ഏത് കാശിനെ പറ്റിയാ പോക്കറിക്ക പറയുന്നത്? ഫീസ്, വക്കീൽ ഫീസ്. അത് നിങ്ങൾ വാങ്ങിയതല്ലേ? പോക്കറിക്ക, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയത് ഫീസിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ആത്മാർത്ഥം കണ്ടിട്ടാണ്. മാത്രമല്ല, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് എന്നെ മത്തായിയെ വിട്ടയച്ചിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നത്? മത്തായി ഒന്ന് കാണാൻ. അല്ല, അപ്പൊ നിങ്ങൾക്ക് മത്തായിനെ അറിയോ? അവൻ പറഞ്ഞ് നാക്കെടുത്തില്ല, ദേ വരുന്നു. മാത്യൂസ്, നീ എന്നോട് എന്തിനു പിടക്കുന്നു? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഞാൻ നിനക്ക് അന്യനാണോടാ? ആകാൻ ശ്രമിക്കുകയാണ്. എന്തിന്? കാപ്പി. മത്തായിക്ക, എന്നെ കെട്ടിയിട്ടിരിക്കുന്ന പല ചങ്ങലകളുണ്ട്. അത് സ്നേഹത്തിൻ്റെതാണ്. എനിക്കവയെ ഒന്നൊന്നായി മുറിച്ചെറിയണം. മാത്യൂസ്, പലതും പറയാൻ എളുപ്പമുണ്ട്, ചിലത് ചെയ്യാൻ. പക്ഷെ എല്ലാം മറക്കാമെന്ന് കരുതിയാൽ? ഇല്ല, എനിക്കെല്ലാം മറക്കണം. ഈ ലോകം തന്നെ മറക്കണം. ഞാനും എന്റെ ലക്ഷ്യവും മാത്രമാകണം. ഒരുപക്ഷെ നിനക്ക് എന്നെ മറക്കാൻ കഴിഞ്ഞേക്കും. കഴിഞ്ഞ 6-7 വർഷമായി നീ അത് തെളിയിച്ചു. പക്ഷെ ഈ നിൽക്കുന്ന മനുഷ്യനെ നിനക്ക് മറക്കാൻ കഴിയുമോ? ഈ സ്നേഹം കണ്ടില്ലെന്ന് ഭാവിക്കാൻ കഴിയുമോ? നീ അറിയാതെ തന്നെ തല്ലോടി ഈ പെൺകുട്ടിയെ നിനക്ക് മറക്കാൻ കഴിയുമോ? ഇവളുടെ സ്നേഹത്തിന്റെ ചങ്ങല നിനക്ക് അർത്ഥം മുറിക്കാമോ? ഇല്ല ഇല്ല, ഇവളെന്റെ പെണ്ണാണ്. അത് എന്റെ അപ്പനും അമ്മയുമാണ്. മാത്യൂസ്, നീ വരും, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. കാപ്പി കുടിച്ചിട്ട് പോമോനെ. ഞാനിപ്പോ വരാം. ഇനിയും വരാം. ഞാൻ മറ്റേ പകരിക്കാം. പോട്ടെ. കേട്ടോടാ, ഇവനെ ഞാൻ ഇങ്ങോട്ട് ബലമായിട്ടാ പിടിച്ചോണ്ട് വന്നത്. നിനക്ക് എന്ത് പറ്റിയളിയാ? സത്യം പറ. നിനക്ക് മനുഷ്യന്റെ ഡെസ്റ്റിനിയിൽ വിശ്വാസമുണ്ട്, അതായത് വിധിയിൽ? തീർച്ചയായും. എങ്കിൽ എന്നെ വഴി നടത്തിക്കുന്നത് വിധിയാണ്. അതിലപ്പുറം ഒന്നും എന്നോട് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങളും കൂടി അറിയണ്ടേ? വേണ്ട, എല്ലാ ദുഃഖവും എന്നിൽ തന്നെ തീരട്ടെ. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. എടാ, ഈ കുട്ടി ഏതാണെന്ന് അറിയാമോ? എന്റെ കുഞ്ഞാണ്. വിവാഹം നിന്നെ അറിയിക്കാൻ പറ്റിയില്ല. നിന്റെ ഭാര്യ, നീ മുമ്പേ സൂചിപ്പിച്ചില്ലേ വിധിയെ പറ്റി? ആ ഡോ നീ വന്നേ. ആരാ വരുന്നെന്ന് കണ്ടോ? ഞാൻ ഭാഗ്യവാനാണ്. പക്ഷെ ഒരു കാര്യം, 50% നിന്റെ കവിതയാണ്. അപ്പൊ ബുദ്ധി വെച്ചെന്ന് എനിക്കോ? ബാക്കി 50% നിനക്കും. 3 പേരെയും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. അതെങ്ങനെ? ഒരുത്തം വക്കീലും മറ്റൊരുത്തം പോലീസുമായപ്പോൾ അടുത്ത വേഷം ഇതിനും കിട്ടി. പിന്നെ സൂക്ഷിക്കണം, പാർട്ടി സ്ഥലത്തെ പ്രധാന റൗഡിയാണ്. നമുക്കിതിനെ ഒന്ന് ശരിപ്പെടുത്തണമല്ല. അപ്പോഴേ ഞാൻ അടുക്കളയിൽ ആഹാരം ശരിപ്പെടുത്താം. വിരുന്നുള്ള ദിവസമല്ലേ? സഹായത്തിന് ഞാനും കൂടെ വരാം. ആ, നിന്റെ കുഞ്ഞിനെന്താ പേരിട്ടത്? അമ്പലത്തിൽ വെച്ച് എന്റെ അച്ഛൻ പേരിട്ടു ഗോപിനാഥെന്ന്. പക്ഷെ ഞാൻ എന്താണ് ഈ വീട്ടിൽ വിളിക്കുന്നത് മാത്യൂസ് എന്ന്. എപ്പോഴും നീ ഞങ്ങളുണ്ടെന്ന് വിശ്വസിക്കാമല്ലോ.
എന്നെ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? പിന്നെ ഞാൻ ആരോട് പറയും? ദേ നോക്ക്, മൂത്തരക്കാറായി. എന്നാൽ ഒരു കാര്യം ചെയ്യാം, അവൾ ഇനി പഠിക്കണ്ടെന്ന് വെക്കാം. എന്താ? മറ്റന്നാ കോളേജ് അടയ്ക്കുകയാണ്, അവളിങ്ങി വരും. എന്നാൽ ഞാൻ ഇനി മറ്റന്നാളെ വരുന്നുള്ളൂ. എന്താണാവോ ഒരു മുറുമുറുപ്പ്? ആണുങ്ങളെ പോലെ അപ്പുറത്ത് വന്നിരുന്നൂടെ? അളിയ, ഇതൊരു പ്രൈവറ്റ് മാറ്ററാണ്. ഞാൻ പറയാം, ഒരു പ്രൈവറ്റ് മാറ്ററും ഇല്ല. കൂട്ടുകാരനെ കാണുമെന്ന് പറഞ്ഞ് ഇവിടെ വരുന്നത് വെറുതെയാ. എനിക്കൊരു നാത്തുമ്പനുണ്ട്, ഗീത. അവളെയും ചുറ്റി നടക്കുക. ഓ, അതാണ് കാര്യം. കവിത വേണ്ടി വരുമോ? അതിപ്പോ ചുമ്മാ പറ. കവിത വേണം, പക്ഷേ ഇവൻ പാടിയാലേ പോക്ക. ഒരു കാര്യം ചെയ്യാം, എഴുതി ഗീതയുടെ ഇടയിൽ കൊടുക്കാം. നിന്റെ പെങ്ങളല്ലേ, അവിടെ ഇരുന്ന് പാടിക്കോട്ടെ. അപ്പോഴേ ഈ വാചകടി ഒന്ന് നിർത്തിക്ക്. ഊണ് തയ്യാറാവുമ്പോ ഞാൻ വന്ന് വിളിക്കാം. ഇപ്പോഴെല്ലാവരും ഒന്ന് പോയാട്ടെ. ആയിക്കോട്ടെ. ഇടോ, അടുത്ത ലോറി വന്ന് നടക്കുന്ന, വേഗം കേട്ടെ. നമ്മുടെ കമ്പനിയിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളെ ഉണ്ടാക്കുന്ന നിർബന്ധമാ. എടോ, അതിലേ ലാഭമുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. എടാ മടയാ, കമ്പോളത്തിൽ വിറ്റഴിയുന്ന ഏത് സാധനത്തിനും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. എന്തായാലും ഇതൊരു ദ്രോഹമോ? എന്തോന്നാടാ ദ്രോഹം? നീ ഇതൊന്നും ഉപയോഗിക്കണ്ട. കിട്ടുന്ന ശമ്പളവും മേടിച്ചോണ്ടങ്ങ് പോയാ മതി കേട്ടോ. ലോഡ് റെഡി ആയില്ലേ? ഇപ്പൊ എനിക്ക് വേണ്ട കുഞ്ഞെ. ഇത് നമ്മളുണ്ടാക്കുന്നതല്ലേ, ഫോറിനാ. എന്തായാലും എനിക്ക് വേണ്ട. നമ്മുടെ സിഗരറ്റ് വലിച്ചവരൊക്കെ ആശുപത്രിയിൽ എന്നാ പറയുന്നത്. അവനൊക്കെ തൊലയിട്ട് നമുക്കെന്താ ചെയ്തം? ഒരുത്തൻ നമ്മുടെ ഗോപാലയുടെ ചായക്കട എന്ന് പറയുക ഇപ്പോഴത്തെ സേതിനേക്കാൾ ഭേദമാ വൈപ്പിങ്ങനല്ലേ ചാരായമെന്ന്. അതാവുമ്പോ അപ്പോഴെങ്ങ് തീരും. അതാ നമ്മുടെ കഴിവ്. സാധനങ്ങളൊക്കെ വേഗം കേട്ടാ നോക്ക്. മിസ്റ്റർ ഇൻസ്പെക്ടർ, നിങ്ങൾ പുതിയ ആളായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്റെ അഭിപ്രായത്തെ ഇന്നുവരെ ആരും ധിക്കരിച്ചിട്ടില്ല. നീങ്ങടത്തിപ്പിനുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങൾ. ഇവിടെ താങ്കളുടെ അഭിപ്രായം ആരും ധിക്കരിച്ചിട്ടില്ലെങ്കിൽ നീതിയുടെ ഇരിപ്പിടം താങ്കളാണ് ഞാൻ കരുതട്ടെ. ഇവിടെ എനിക്കുള്ള സ്വാധീന ശക്തിയെക്കുറിച്ച് താങ്കൾക്കറിയില്ല. അത് പറഞ്ഞറിയിക്കുക എന്നുള്ളത് ഒരു വലിയ ഗതികേടാണ്. നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? പരിഭവിക്കരുത്, പരമാർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഓ, അപ്പോൾ നിങ്ങൾ... അതെ, നിങ്ങൾ പറയുന്ന വഴിക്ക് വരാൻ ഞാൻ തയ്യാറല്ല. നിയമപരമല്ലാതെ നിങ്ങൾ കയറ്റിയേക്കുന്ന ചരക്കുകൾ ഞങ്ങൾ പരിശോധിക്കരുത്. നിങ്ങളുടെ എച്ചിൽ നിന്ന് വളരുന്ന ഗുണ്ടകൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്യരുത്. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏത് പാവപ്പെട്ടവന്റെ പേരിലും കള്ളക്കേസെടുത്ത് ഞങ്ങൾ ജയിലിലാക്കണം. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ആവശ്യങ്ങൾ? മിസ്റ്റർ അലക്സാണ്ടർ, ഇത്തരം പ്രവൃത്തികളിൽ നിന്നും പിന്തിരിയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോഴറിയും. ഭയപ്പെടുത്തുകയാണോ? ഇത്രയും സമയം നിങ്ങൾക്ക് അനുവദിച്ചത് ഒരു പൗരന്റെ അവകാശം എന്ന നിലയ്ക്കാണ്. ഓ, ഇനി അത് സാധ്യമല്ല. എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ. Get out. I say you get out. അയാൾ എന്ത് തെറ്റി എന്ന് പറയൂ, അതിന്റെ പേരിൽ നമുക്ക് കേസ് എടുത്താമല്ലോ. അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉപദേശം ചോദിച്ചത്. മിസ്റ്റർ അലക്സാണ്ടർ, ഞാൻ നിങ്ങളുടെ ലീഗൽ അഡ്വൈസറാണ്, ബിസിനസ്സിൽ മാത്രം. So you agree that you are my legal advisor. So far so good. But one thing, സത്യസന്ധമായ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നവർ ആരുമില്ല, ഈ ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഇത്രയും കാലം ഞാൻ എന്റെ കള്ളക്കച്ചവടത്തിന് കൂട്ടു നിൽക്കുകയായിരുന്നു. ഞാൻ കുരുങ്ങു നിർത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല മിസ്റ്റർ അഡ്വക്കേറ്റ്. മിസ്റ്റർ ഇന്ദ്രപാലൻ, നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് മറ്റൊന്ന് കഴിയും. നിങ്ങളുടെ സുഹൃത്താണ് രാജശേഖരൻ. നിങ്ങൾ വിചാരിച്ചാൽ അവനെ നമ്മുടെ വഴി കൊണ്ടുവരാൻ കഴിയും. നോ, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഇംപോസിബിൾ. എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. അത്ര പെട്ടെന്ന് വലിച്ചെറിഞ്ഞിച്ച് പോകാവുന്ന ഡീലിംഗ്സ് അല്ല നമ്മൾ തമ്മിലുള്ളത്. നിങ്ങളുടെ ഉപദേശങ്ങളും ഉത്തരവാദിത്വവും സ്വീകരിച്ചുകൊണ്ട് ഞാൻ പലതും ചെയ്തു. അതിന്റെ എല്ലാം വിളയെടുത്തത് ഞാനാണെങ്കിലും ദിന താങ്കൾ കൂടെ അനുഭവിക്കണം മിസ്റ്റർ ഇന്ദ്രപാലൻ. You shut up. ഓ ഷുവർ. ടേക്ക് ഇറ്റ് ഈസി മൈ ബോയ്. ചെല്ലു, സമാധാനമായിട്ട് ആലോചിച്ചു. To hell with you, man. ഓ MA LLB വിളമ്പ്. നീ വിളമ്പാലേ അതത്ര ശരിയാവില്ല. അത് ഞാൻ തന്നെ വിളമ്പ.
നിന്നെ കാണുമ്പോഴേ എന്റെ മരിച്ചുപോയ പെങ്ങൾ ഓർമ്മ വരിക. ഇപ്പോഴല്ലേ വേലുനായരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായത്. കൊള്ളാം, നല്ല ഒന്നാം തട്ടിക്കോ തട്ടിക്കോ. സമ്മതിച്ചിരിക്കുന്നു. സമ്മതിച്ചു. സമ്മതിക്കാതിരിക്കും വയ്യ. മൂക്കുമുട്ട വെട്ടി അടിച്ച് പടിയും പഠിച്ചിട്ട് പോകാൻ വന്നിരിക്കല്ലേ? എന്തിനു കൊള്ളാവിടും ഒരു വക്കീലും ഗുമസ്തനും. വക്കീലിനെ പറ്റി പറഞ്ഞത് ശരിയാ. ഇന്നത്തെ പയ്യനല്ലയോ മസ്തൻ പാച്ചിപ്പിള്ളയെ പറ്റി. തനിക്കെന്താ വാളുണ്ടോ? ഞാൻ തന്നെ ഇപ്പോ ഒരു വാലാന്ന കക്ഷികളൊക്കെ പറയുന്നു. അല്ല, മുതലാളി കുറച്ചൊരു ഹീറ്റിലാണല്ലോ. മാസാമാസം രൂപ കൊണ്ട് എണ്ണി മേടിക്കും. കാര്യം ചോദിക്കും പുണ്യവഞ്ചമയും. അല്ല, അതൊരു ബുദ്ധിയാണ്. കഴിവേട് ആരും അറിയത്തില്ലല്ലോ. മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത് എന്നോട് പറയാ. ഒരുത്തം വക്കീലാണെന്ന് വിചാരിച്ച കേസ് അറിയണമെന്നില്ലല്ലോ. ഒരു ജാമ്യാപേക്ഷ എഴുതാൻ അറിയാവുന്ന എത്ര വക്കീൽമാരുണ്ട് ഇവിടെ. അല്ലെ, ഇത് ഞാൻ അറിഞ്ഞിട്ട് ചോദിക്കാം. മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇരിക്കാം. ആ എസ് ഐ രാജശേഖരനും ഇന്ദ്രപാലനും സുഹൃത്തുക്കളാണ്. മാത്രമല്ല മത്തായി അവരുടെ കൂട്ടുകാരനാണ്. അയ്യോ, അവൻ ആള് ഭയങ്കരനാണ്. ആ ബന്ധം നിലനിൽക്കുന്ന കാലം എനിക്ക് സ്വസ്ഥയുണ്ടാവില്ല. ചുരുക്കത്തിൽ 3-ന് 3 വഴിക്കാക്കണല്ലേ? അതെ, വകുപ്പുണ്ട്. നിയമത്തിന്റെ വഴിയിലല്ല, രാമായണത്തിലെ മന്ദരയുടെ വഴി, ഭാഗവതത്തിലെ ശൗനിയുടെ വഴി, ഈ പാച്ചിപ്പിള്ളയുടെ വഴി. ഈ വേലുവിനെയും പാർട്ടിയെ എന്റെ കൂടെ അയക്കുക. അപ്പോഴേ പിന്നൊരു കാര്യം, അല്പസ്വല്പ കാശിന്റെ ചെലവൊക്കെ കാണും.